സ്വന്തമായ ഒരു വാഹനം പോലുമില്ലാത്ത നീയോ ദൈവദൂതൻ. ഇതെല്ലാം കേട്ട് മനസ്സ് തളർന്നുകൊണ്ട് അവർക്കിടയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കൂക്കി വിളിക്കാൻ ആളുകൾ, കല്ലെറിയാൻ പയ്യന്മാർ. അങ്ങാടി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കരളിൽ കൊള്ളുന്ന മറുപടി കേട്ട് പുറത്തേക്കിറങ്ങി ദൈവദൂതൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരുമ്പോ ഉടനെ തുടങ്ങി കൂക്കുവിളി. 4 ഭാഗത്തു നിന്നും ഏറുവരാൻ തുടങ്ങി. അങ്ങാടിയിൽ നിന്ന് അങ്ങാടിയിലേക്ക് അവിടുന്ന് ഓടി, തെരുവിൽ നിന്ന് തെരുവിലേക്ക് ഓടി. കാലിൽ വന്ന് കല്ല് ഒന്നൊന്നായി പതിച്ച് രക്തത്തുള്ളികൾ വീഴാൻ തുടങ്ങി. സെയ്ദ് റളിയല്ലാഹു അൻഹു തോളിലേറ്റി. കൂടെ സേവകനായ സെയ്ദ് മാത്രം പരിശുദ്ധ റസൂലിനെ തോളിലേറ്റാൻ ഭാഗ്യമുണ്ടത് ഈ ലോകത്ത് ആകെ 2-3 പേർക്കാണ്. ഒന്ന് തൽഹ, ഒന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു. തൽഹ ഉഹദിൽ നിന്ന് ശരീരത്തിലേക്ക് പുണ്യ റസൂലിനെ എടുത്തു വെക്കുമ്പോ പുണ്യ റസൂൽ തൽഹയുടെ കാതിൽ മന്ത്രിച്ചു, തൽഹ, നിങ്ങൾക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നു. തൽഹ, നിങ്ങൾ സ്വർഗാവകാശിയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയാണ് ചുമന്നിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട തൽഹ എന്ന് പരിശുദ്ധ റസൂൽ